മാഹി ദേവരാൻ ഖദീജ സുൽത്താനയോട് ചോദിക്കുന്നു. ഹുറം ഇവിടെ വന്നിരുന്നോ സുൽത്താന? വന്നിരുന്നു. സഹായിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കഷ്ടം തോന്നി. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ഞാൻ ചെയ്യും. ഒന്നും ചെയ്യരുത് സുൽത്താന. അവളുടെ കള്ളക്കണ്ണീർ കണ്ട് വിശ്വസിക്കരുത്. അവളൊരു വിഷപ്പാമ്പാണ്. ഖദീജ സുൽത്താൻ എണീറ്റുകൊണ്ട് പറയുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് നീയാണോ മാഹി ദേവരാൻ? നീ ഇപ്പോൾ വിഷപ്പാമ്പെന്ന് വിളിച്ചത് ഒരു ഷഹസാദിൻ്റെ അമ്മയെയാണ്. അവളും നിന്നെപ്പോലെ തന്നെയാണ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. ക്ഷമിക്കണം സുൽത്താന, അറിയാതെ പറഞ്ഞു പോയതാ. സുലൈമാൻ കുഞ്ഞുങ്ങളെ കാണാൻ വന്നു. അയാൾ അവരെ വിഷമത്തോടെ നോക്കി നിന്നു. ഹുറം ഉറക്കത്തിൽ അവളുടെ കാമുകനായിരുന്ന ലിയോയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. സുലൈമാൻ കൊടുത്ത മോതിരം നോക്കിയിരിക്കുന്നു. സുലൈമാൻ അവളുടെ ഡോറിന് വെളിയിൽ വന്ന് നിന്നിട്ട് വിഷമത്തോടെ തിരിച്ചുപോയി. സംശയം തോന്നിയ ഹുറം ഡോർ തുറന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ സുലൈമാൻ വാലിദ സുൽത്താനയെ കാണാൻ എത്തുന്നു. ഖദീജയുടെ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ ചെയ്തു. അതുതന്നെയായിരുന്നില്ലേ വാലിദയും പറഞ്ഞിരുന്നത്? എൻ്റെ പ്രശ്നം അതല്ല. ഇബ്രാഹിമാണ് വാലിദയുടെ പ്രശ്നം. എൻ്റെ മകളുടെ സന്തോഷത്തേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. പിന്നെ ഞാനെടുത്ത തീരുമാനത്തിൽ സന്തോഷമില്ലാത്തത് എന്താണ്? ഇബ്രാഹിം പാഷയെ ഞാൻ എൻ്റെ മരുമകനായി ചിന്തിച്ചിട്ട് പോലുമില്ല. അതേക്കുറിച്ച് ഭയപ്പെടേണ്ട വാലിദ. ഖദീജ എന്നും സന്തോഷത്തോടെ ഇരിക്കും. എൻ്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് വാലിദയ്ക്ക് മനസ്സിലാവും. വാലിദ സുൽത്താൻ ഒന്നും മിണ്ടിയില്ല. ഈ കല്യാണം വളരെ ഗ്രാൻഡായി ഞാൻ നടത്തും. ഒരു കുറവും വരുത്തില്ല. സാദിക അങ്ങോട്ട് കയറി വരുന്നു. ഹുറം ഇന്ന് പോവുകയാണോ? സുലൈമാൻ ചോദിച്ചു. അതെ, ഓൾഡ് പാലസിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരു കുറവും ഉണ്ടാവില്ല. സുലൈമാൻ തലയാട്ടിയിട്ട് പോകുന്നു. അവിടെ നിന്നിരുന്ന സാദികയെ അയാൾ നോക്കി. അത് കണ്ട വാലിദ സുൽത്താൻ അവരെ ശ്രദ്ധിക്കുന്നു. ഹുറം വിഷമിച്ചിരിക്കുന്നു. ദായ ഹാത്തുൻ വന്ന് പറയുന്നു. ഹുറം ഹാത്തുൻ, പോകാൻ സമയമായി. നീ റെഡിയാണോ? അവളൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ നിന്നെ സഹായിക്കാൻ വന്നതാണ്, നിഗാർ പറഞ്ഞു. ഹുറത്തിൻ്റെ സാധനങ്ങൾ അവർ പാക്ക് ചെയ്യുന്നു. അവളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പാക്ക് ചെയ്യാൻ ദായ ഹാത്തുൻ അവളോട് പറയുന്നു. ഇത് നീ തന്നെ പാക്ക് ചെയ്യേ, നഷ്ടപ്പെടാതെ നോക്കണം. അത് നഷ്ടപ്പെട്ടാൽ എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുഴുവൻ എടുത്തോ. നിനക്കിപ്പോഴും ഒരു മര്യാദയില്ലല്ലോ ഹുറം. എൻ്റെ കുഞ്ഞുങ്ങളെ എന്നിൽ നിന്ന് അകറ്റുന്നതാണോ ഏറ്റവും വലിയ മര്യാദ? ദായ ഹാത്തുൻ നിഗാറിനെ നോക്കി. നിനക്ക് പോകാൻ സമയമായി, നിഗാർ പറഞ്ഞു. എനിക്ക് എൻ്റെ കുട്ടികളെ കാണണം. നിന്റെ കൂടെ എസ്മാ ഹാത്തുൻ വരും. നിനക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല, ദായ ഹാത്തുൻ പറഞ്ഞു. നന്ദി. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദായ ഹാത്തുൻ. സുലൈമാൻ ഹുറത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നു. വാലിദ സുൽത്താനയും ഖദീജ സുൽത്താനയും സംസാരിക്കുന്നു. ഞാൻ എൻ്റെ മോനോട് സംസാരിച്ചു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പറഞ്ഞു അവൻ. എനിക്ക് ഈ കല്യാണത്തോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല ഖദീജ. ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു സഹായിച്ചതൊന്നും സത്യമാവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു വാലിദ. എനിക്കിപ്പോൾ വളരെ സന്തോഷമാണ്. അള്ളാഹു നിന്നെ ഇന്നും സന്തോഷത്തോടെ വയ്ക്കട്ടെ, വാലിദ സുൽത്താൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. വാലിദ, കഴിഞ്ഞ രാത്രി ഹുറം എൻ്റെ അടുത്ത് വന്നിരുന്നു. അവൾ വളരെ വിഷമത്തിലാണ്. അവളല്ല അത് ചെയ്തതെന്നാണ് അവൾ പറയുന്നത്. നമ്മൾ അവളെ ഓൾഡ് പാലസിലേക്ക് വിടാൻ ഇത്ര തിടുക്കം കാണിക്കേണ്ടതുണ്ടോ? ഖദീജ, ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. ഇനി അതേപ്പറ്റിയൊരു സംസാരം വേണ്ട. മാഹി ദേവരാനും ബേഹൻ സുൽത്താനയും കയറി വരുന്നു. ഹായ് ബേഹൻ, സഹോദരി. ഖദീജ സന്തോഷത്തോടെ എണീറ്റു. മോളെ, വാലിദ സുൽത്താൻ വിളിച്ചു. അവർ വന്ന് വാലിദയുടെ കയ്യിൽ മുത്തി. എനിക്ക് നിന്നെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു മോളെ. എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു വാലിദ. അവർ ഹഗ് ചെയ്തു. എൻ്റെ കൊച്ചുമക്കളൊക്കെ എന്തെടുക്കുന്നു? അവർ സുഖമായിരിക്കുന്നു വാലിദ. പനിയായിരുന്നു, ഇപ്പോൾ മാറി. അവരെ വിട്ടിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിച്ചില്ല. അതുകൊണ്ട് അധികം ഇവിടെ നിൽക്കാനാവില്ല. നിന്നെ ഞാൻ വിടില്ല ബേഹൻ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഖദീജ, എനിക്ക് നിൻ്റെ എൻഗേജ്മെൻറ്റിനൊന്നും വരാൻ സാധിച്ചില്ല. കല്യാണം എപ്പോഴാ? വാലിദ സുൽത്താന മുഖം തിരിച്ചു. ആ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്തു, ഖദീജ സുൽത്താന പറഞ്ഞു. അതെന്താ? ഖദീജ, നിനക്കിതൊക്കെ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നീ പൊക്കോ, ഞങ്ങൾ സംസാരിക്കട്ടെ, വാലിദ സുൽത്താന പറഞ്ഞു. ഫറാദ് പാഷയും അഹമ്മദ് പാഷയും തമ്മിൽ കാണുന്നു. എന്താ ഫറാദ് പാഷ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ? ബേഹൻ സുൽത്താന വാലിദ സുൽത്താനയെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ സുൽത്താനയെയും കൊണ്ട് വന്നതാ. മനസ്സിലായി, തന്നെ ശിക്ഷിക്കരുതെന്ന് വാലിദ സുൽത്താനയോട് അപേക്ഷിക്കാനല്ലേ ഇപ്പോൾ ഭാര്യയെയും കൊണ്ട് വന്നത്. ഫറാദ് പാഷ ഒന്നും മിണ്ടിയില്ല. ഹുറം പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്നു. അവൾ വേഗം ഓടിച്ചെന്ന് രണ്ടുപേരെയും മുത്തം വെച്ചു. ഇനി എന്നും നമ്മൾ ഒരുമിച്ചാവും. ആർക്കും നമ്മളെ പിരിക്കാനാവില്ല. അത് കേട്ട് എല്ലാവരുടെയും മുഖം മാറി. അവളോടത് പറഞ്ഞിട്ടില്ലേ ദായ ഹാത്തുൻ? സുംബുൽ ചോദിച്ചു. എന്ത്? ഹുറം ചോദിച്ചു. ഷേസാദ് മഹമ്മത്തിനെ കൊട്ടാരത്തിൽ നിന്നും വിടില്ല. ഹുറം ഞെട്ടിപ്പോയി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഷേസാദ് മഹമ്മത്ത് എൻ്റെ കൂടെ വരും. അവൾ കുഞ്ഞിനെ എടുക്കാനായി പോകുന്നു. നിന്റെ സമ്മതം ഇവിടെ ആവശ്യമില്ല ഹുറം ഹാത്തുൻ. ഇതിവിടുത്തെ നിയമമാണ്. ഷേസാദുമാരെ പുറത്തേക്ക് വിടാറില്ല, ദായ ഹാത്തുൻ പറഞ്ഞു. നിനക്ക് മെഹ്റുമ സുൽത്താനയെ കൊണ്ടുപോകാം, സുംബുൽ പറയുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ കുഞ്ഞിനെ എടുക്കാൻ പോകുന്നു. ഷേസാദിനെ ഇവിടുന്ന് കൊണ്ടുപോക്കോ.
ദായ ഖാത്തൂൻ പറഞ്ഞു. സുംബുൽ പുറത്തേക്ക് പോയി. ഹുറം പുറകെ ഓടി ചെല്ലുന്നു. ഹുറം ഖാത്തൂൻ, പ്ലീസ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. സുംബുൽ പറഞ്ഞു. എൻ്റെ മോനെ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ മരിച്ചു കളയും. നിഗാർ കാഫ, ഗുൽനിഹാൽ, എന്താ നോക്കി നിൽക്കുന്നത്? അവളെ പിടിച്ചുകൊണ്ട് പോ. അവർ അവളെ പിടിച്ചു മാറ്റി. സുംബുൽ ഷehസാദിനെയും കൊണ്ട് വേഗം പോയി. ഹുറം അവിടെ നിന്ന് കരയുന്നു. മുഹമ്മദ്, മോനെ മുഹമ്മദ്. ഒച്ച കേട്ട് ഹരത്തിലെ പെണ്ണുങ്ങളെല്ലാവരും വന്ന് നോക്കി. ഇങ്ങനെ ഒച്ച വെച്ചിട്ട് ഒരു കാര്യവുമില്ല ഹുറം ഖാത്തൂൻ. അവർ ഷehസാദിനെ തരില്ല, നിഗാർ പറഞ്ഞു. ഹുറം കരഞ്ഞുകൊണ്ട് ഗുൽനിഹാലിൻ്റെ മടിയിലേക്ക് ചാഞ്ഞു. ബേഹൻ സുൽത്താന വാലിദ സുൽത്താനയോട് പറയുന്നു. വാലിദ, ഫറദ് പാഷ പാവമാണ്. ആളുകൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. അവർ പറയുന്ന നുണകൾ കേട്ട് ഇൻക്യാരം വിശ്വസിച്ചിരിക്കുകയാണ്. കൗൺസിൽ മീറ്റിങ്ങിൽ ഫറദ് പാഷയുടെ തലയെടുക്കാൻ ആവശ്യപ്പെടുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതറിഞ്ഞതു മുതൽ ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. നീ അതൊന്നും ഓർത്ത് ഭയപ്പെടണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇതേപ്പറ്റി ഇതുവരെ ഒന്നും കേട്ടില്ല. എല്ലാവരും ഇതാണ് പറയുന്നത് വാലിദ. എനിക്ക് പേടിയാവുന്നു. എന്നെ രക്ഷിക്കണം. ഞാനൊന്ന് ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് സഹിക്കാനാവില്ല. ബേഹൻ സുൽത്താനയ്ക്ക് കരച്ചിൽ വന്നു. നീ കരയാതിരിക്കെ, ഞാൻ നോക്കട്ടെ. ബേഹൻ സുൽത്താന വാലിദ സുൽത്താനയുടെ കയ്യിൽ മുത്തുന്നു. ഇബ്രാഹിം സുലൈമാൻ്റെ അടുത്തേക്ക് വരുന്നു. ഇൻക്യാരം, എന്നോടൊന്നും ചോദിക്കേണ്ട ഇബ്രാഹിം. എൻ്റെ കുതിരയെ തയ്യാറാക്കി നിർത്ത്. എനിക്കൊന്ന് പുറത്തു പോകണം. ഇബ്രാഹിം എന്തോ പറയാൻ തുടങ്ങുന്നു. എന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വിട് ഇബ്രാഹിം. ഇബ്രാഹിം കുമ്പിട്ടിട്ട് പോയി. ഹുറം കരഞ്ഞുകൊണ്ട് വരുന്നു. അവളെ കണ്ട മാഹി ദേവരാൻ നോക്കി നിന്നു. സുലൈമാൻ ചേംബറിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇബ്രാഹിം അയാളെ ഒന്ന് നോക്കിയിട്ട് സ്വന്തം ചേംബറിലേക്ക് കയറിപ്പോയി. ഹുറം അങ്ങോട്ട് വരുന്നു. ഇൻക്യാര ഇവിടെ ഇല്ല, ഗാർഡ്സ് പറഞ്ഞു. ഇൻക്യാര എന്നെ ഇവിടെ തനിച്ച് വിട്ടിട്ട് പോയല്ലേ, ഹുറം സ്വയം പറയുന്നു. ഇബ്രാഹിം പാഷയുണ്ടോ? അയാൾ കൈ കാണിച്ചു. ഹുറം അങ്ങോട്ട് പോകുന്നു. ഹുറം ഖാത്തൂൻ, എനിക്ക് ഇൻക്യാരത്തോടൊന്ന് സംസാരിക്കണം. അദ്ദേഹം ഇപ്പോൾ പുറത്തു പോയതേ ഉള്ളൂ. എന്താ വേണ്ടത്? അവർ എൻ്റെ മോനെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റുന്നു. സുംബുലാഗി ഇത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പാഷ, നിങ്ങളാണ് യഥാർത്ഥ കില്ലർ ആരാണെന്ന് കണ്ടെത്തേണ്ടത്. നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അതൊരു നാൾ പുറത്തു വരും. ഇല്ല, അവർ അത് പുറത്തു വരാൻ സമ്മതിക്കില്ല. ഹുറം മുട്ടുകുത്തി നിന്ന് യാചിക്കും പോലെ പറയുന്നു. പാഷ, എന്നെ രക്ഷിക്കണം. എന്നെക്കൊണ്ട് സാധിക്കില്ല ഹുറം ഖാത്തൂൻ. നിങ്ങൾ എന്നോട് പ്രതികാരം വീട്ടുകയാണ്. പ്ലീസ് എന്നോട് ദയ കാണിക്കണം. നീ ആരെയും കുറ്റപ്പെടുത്തേണ്ട ഹുറം ഖാത്തൂൻ. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി നീ തന്നെയാണ്. ഇബ്രാഹിം ആളുടെ അടുത്തേക്ക് കുനിഞ്ഞു നിന്ന് പറയുന്നു. സുംബുലും നിഗാർ കാഫയും അങ്ങോട്ടെത്തി. ഇവളെ ഇവിടുന്ന് കൊണ്ടുപോക്കോ. അവർ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഹുറം അവരുടെ കൈ വിടിപ്പിച്ചിട്ട് സ്വയം നടന്നു. ഇബ്രാഹിമിൻ്റെ മുഖത്ത് ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഹുറം വിഷമത്തോടെ വരുന്നത് കണ്ട ഖദീജ സുൽത്താന പറയുന്നു. ഹുറം ഖാത്തൂൻ, വിഷമിക്കേണ്ട. സത്യം എന്തായാലും അത് ഒരു നാൾ പുറത്തു വരും. അപ്പോൾ നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഷehസാദ് മുഹമ്മദിനോടൊപ്പം ജീവിക്കാം. സുൽത്താന, ഷehസാദ് മുഹമ്മദിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവനെ നന്നായി നോക്കണം. അവനോട് പറയണം അവൻ്റെ അമ്മ അവന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാണെന്ന്. അത് കേട്ട എല്ലാവർക്കും വിഷമമായി. നിഗാറിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. നീ തിരിച്ചു വരും വരെ ഷehസാദ് മുഹമ്മദിനെ ഞാൻ നോക്കിക്കോളാം ഹുറം. അതോർത്ത് വിഷമിക്കേണ്ട, ഖദീജ സുൽത്താന പറഞ്ഞു. ഹുറം കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. മാഹി ദേവരാൻ ഷehസാദ് മുസ്തഫയും കൊണ്ട് വരുമ്പോൾ ഇബ്രാഹിമിനെ കണ്ടു. മുസ്തഫ ഓടി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇബ്രാഹിം, അയാൾ അവനെ എടുത്ത് മുത്തം വെച്ചു. ഇനി എന്നെ കൂടി കൂട്ടാതെ ഇവിടെ നിന്ന് എങ്ങും പോകരുത് ഇബ്രാഹിം. തീർച്ചയായും ഷehസാദ്. മാഹി ദേവരാൻ സുൽത്താന അങ്ങോട്ട് ചെല്ലുന്നു. ഖദീജ സുൽത്താനയുമായുള്ള വിവാഹ വാർത്ത കേട്ട് എനിക്ക് വളരെ സന്തോഷമായി ഇബ്രാഹിം. ഇബ്രാഹിം തല കുമ്പിട്ടു. അവസാനം നമുക്ക് ഹുറത്തെ ഇവിടുന്ന് ഓടിക്കാനായല്ലേ, മാഹി ദേവരാൻ പറഞ്ഞു. ഇബ്രാഹിം തലയാട്ടി. പക്ഷേ ഖദീജ സുൽത്താന വിചാരിക്കുന്നത് ഹുറം നിരപരാധിയാണെന്നാണ്. ഖദീജ സുൽത്താന അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാൻ ശ്രമിക്കുമോ എന്നാണ് എൻ്റെ പേടി. എനിക്കങ്ങനെ തോന്നുന്നില്ല സുൽത്താന. എന്തായാലും അവൾ ഇപ്പോൾ ഇവിടുന്ന് പോവുകയല്ലേ. ബാബു എവിടെ? മുസ്തഫ ചോദിച്ചു. അദ്ദേഹം പുറത്തുപോയി. വൈകിട്ടാവുമ്പോൾ തിരിച്ചെത്തും, ഇബ്രാഹിം പറഞ്ഞു. ഹുറം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗുൽനിഹാലും അവളോടൊപ്പം ചെല്ലുന്നു. എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കാനാവില്ല ഹുറം. ഞാനും നിന്റെ കൂടെ വരുന്നു. അവർ ഇറങ്ങി. സുംബുൽ ഗുൽനിഹാലിനെ നോക്കി തലയാട്ടി. കൊട്ടാരത്തിന് പുറത്തെത്തിയ ഹുറം ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അവൾക്ക് കരച്ചിൽ വന്നു. സുലൈമാൻ കുതിരപ്പുറത്ത് കാട്ടിലൂടെ പോയി. ഒരരുവിക്കരയിലെത്തി. അയാൾക്ക് ഹുറത്തെ ഓർമ്മ വരുന്നു. ഹുറത്തിൻ്റെ കാമുകനായിരുന്ന ലിയോ ഇസ്താംബുൾ മാർക്കറ്റിലേക്കെത്തി. ഒരു കടയിൽ ചെന്ന് ചോദിക്കുന്നു. ഇവിടെ ഒരു പെണ്ണുണ്ടോ? പെണ്ണോ? അത് കേട്ട മാത്രാച്ചി അയാളെ ശ്രദ്ധിക്കുന്നു. സർ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല, മാർക്കറ്റാണ്. ഇവിടെ പെണ്ണിനെ കിട്ടില്ല, കടക്കാരൻ പറഞ്ഞു. നിങ്ങളൊരു വ്യാപാരിയാണോ? മാത്രാച്ചി ചോദിച്ചു. അതെ, ഞാൻ ക്രിമിയയിൽ നിന്നാണ് വരുന്നത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു വ്യാപാരിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, മാത്രാച്ചി അയാളെ ഒന്ന് ആകെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നത്? സിൽക്കും കോപ്പറും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ ഇവിടെ കിട്ടില്ല. ഇവിടെ വന്ന് പെണ്ണിനെ ചോദിച്ചാൽ നല്ല അടി കിട്ടും. ഞാനൊരു പെണ്ണിനെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അവൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള പെണ്ണല്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പെണ്ണാണ്. അത് ശരി, നടക്കട്ടെ.
മാത്രാച്ചിയാളുടെ ദേഹത്ത് തട്ടി. ലിയോ ഒരു ടീ ഷോപ്പിൽ ചെന്നിരുന്ന് സഞ്ചിയിലെ പേപ്പറുകൾ എടുക്കുമ്പോൾ മാത്രാച്ചിയും അങ്ങോട്ട് ചെന്നു. അയാൾ ആ പേപ്പറുകൾ വാങ്ങി നോക്കുന്നു. അതിലെ ചിത്രങ്ങൾ കണ്ട് പറയുന്നു, നിങ്ങൾ നന്നായി പടം വരയ്ക്കുന്നുണ്ടല്ലോ. വാലിദ സുൽത്താന സുലൈമാനെ കാണാനെത്തി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയ്. ബെയ്ഹൻ വന്നിരുന്നു. അത് ശരി, അവൾ പോയോ എന്നിട്ട്? ഞാൻ അറിഞ്ഞില്ല. അവൾക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല, അതാ പോയത്. അവൾ വളരെ സങ്കടത്തിലാണ്. ഫറാദ് പാഷയെക്കുറിച്ച് ചില ഗോസിപ്പുകളൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ് അവൾ. അത് സത്യമല്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. കേൾക്കുന്നത് മുഴുവൻ സത്യമല്ലെന്ന് വിചാരിക്കേണ്ട വാലിദ. നിങ്ങൾ വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ആ മരുമകൻ ഇപ്പോൾ കഴുത്തറ്റ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. സത്യമാണോ? എനിക്ക് സംശയമൊന്നുമില്ല, സുലൈമാൻ അവരെ നോക്കാതെ പറഞ്ഞു. വാലിദ സുൽത്താനയ്ക്ക് വിഷമമായി. മോനെ, നീ അവന് വധശിക്ഷയൊന്നും കൊടുക്കണമെന്ന് വിചാരിക്കുന്നില്ലല്ലോ അല്ലേ? സുലൈമാൻ ഒന്നും മിണ്ടാതെ അവരെ നോക്കി. വേണ്ട മോനെ, അങ്ങനെ ചെയ്യരുത്. നിന്റെ സഹോദരി ബെയ്ഹനെക്കുറിച്ച് ഓർമ്മ വേണം. വിഷമിക്കാൻ പോകുന്നത് അവളും കുട്ടികളുമാവും. ഇത്രയും അഴിമതിക്കാരനായ ഒരാളെ ശിക്ഷിക്കാതെ വെറുതെ വിടണമെന്നാണ് വാലിദ പറയുന്നത്. സെമ്പേലി അലി ഹോജയുടെ അടുത്ത് വന്ന പരാതികൾ കണ്ട് ഞാൻ നാണം കെട്ടുപോയി. അത്തരക്കാരെ വെറുതെ വിടാനാവില്ല വാലിദ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനെ ശിക്ഷിക്കണം. പക്ഷേ അത് വധശിക്ഷയാവരുത്. സുലൈമാൻ എണീറ്റ് പോകുന്നു. വാലിദ സുൽത്താൻ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥയായി നിന്നു. ഹുറം ഓൾഡ് പാലസിലെത്തി വിഷമിച്ചിരിക്കുന്നു. ഇതെവിടെ വെക്കണം ഹുറം? ഒരു ഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് ഗുൽനിഹാൽ ചോദിച്ചു. എനിക്കറിയില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്ക്. ഹുറം ദേഷ്യപ്പെട്ടു. ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ശാന്തയായ ഹുറം ഗുൽനിഹാലിനെ അടുത്തേക്ക് വിളിച്ചു. ഗുൽനിഹാൽ വന്നേ. അവൾ അടുത്തേക്ക് പോയിരുന്നു. എന്നോട് ക്ഷമിക്ക് ഗുൽനിഹാൽ, എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എനിക്ക് മനസ്സിലാവും ഹുറം, നീ ഇങ്ങനെ വിഷമിക്കണ്ട. എല്ലാം മാറും. ആ കൊട്ടാരത്തിലുള്ള എല്ലാ ആളുകളും സന്തോഷിക്കുകയാണ് ഞാൻ അവിടുന്ന് പോകുന്നതിൽ. പക്ഷെ നീ മാത്രം സങ്കടപ്പെട്ടു. നീ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എനിക്കറിയാം ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഹുറം, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. സുൽത്താൻ സുലൈമാൻ എന്നെ ഒന്ന് കാണാൻ പോലും തയ്യാറായില്ല. അദ്ദേഹം അവിടുന്ന് പോയി കളഞ്ഞു. ഹുറം, നിനക്ക് അദ്ദേഹത്തോട് പറയാനുള്ളതെല്ലാം എഴുത്. നമുക്കത് അദ്ദേഹത്തിനടുത്ത് എത്തിക്കാം. ഇബ്രാഹിം വയലിൻ തുടച്ചു വയ്ക്കുകയായിരുന്നു. സുലൈമാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഇന്നാ നിന്റെ ബുക്ക്. നീ ഇപ്പോൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിയിട്ടുണ്ട്, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം തല കുമ്പിട്ടു. ഇത് പുതിയ വയലിനാണോ? ഇതെൻ്റെ അമ്മയുടെ വയലിനാണ്. എൻ്റെ സഹോദരൻ എനിക്ക് തരാനായി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. സുലൈമാൻ അത് നോക്കുന്നു. സമയം കിട്ടുമ്പോൾ ഇത് വായിക്ക്, ഞങ്ങൾക്കും സന്തോഷമാവും. സുലൈമാൻ അത് കൊടുത്തുകൊണ്ട് പറഞ്ഞു. നാളെ കൗൺസിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട് ഇൻകാരം. എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. നല്ലത്. ബേഹൻ സുൽത്താൻ ഇന്ന് വന്നിരുന്നു. വാലിദയെ കണ്ടിട്ട് പോയി. മിക്കവാറും ഫറാദ് പാഷ വിട്ടതാവും അവളെ. എന്തായി തീരുമാനമെന്നറിയാൻ. ഇബ്രാഹിമിൻ്റെ മുഖം മാറി. ഇൻകാരം, അങ്ങ് എന്ത് തീരുമാനിച്ചു? തീരുമാനമെടുക്കേണ്ടത് നീയാണ് ഇബ്രാഹിം. എനിക്ക് മനസ്സിലായി ഇൻകാരം. ആയിഷ ഹാത്തുവിൻ്റെ വിവരം എന്തായി? ഞാൻ അന്വേഷിക്കുകയാണ് ഇൻകാരം. ഒന്നും പ്രത്യേകിച്ച് കണ്ടെത്താനായില്ല. എനിക്കൊന്ന് നന്നായി ഉറങ്ങണം ഇബ്രാഹിം. എല്ലാം മറക്കണം, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം തലയാട്ടി. നിഗാർ കാഫയും സുംബുലാഗയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുൽനിഹാൽ സ്വയം ഹുറത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറായി സുംബുലാഗ. അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒറ്റയ്ക്കാക്കാൻ ഇഷ്ടമില്ല. അവളൊരു നല്ല പെണ്ണാ. ഹുറത്തിൻ്റെ കാര്യം എന്താവും സുംബുലാഗ? ഇങ്ങോട്ട് തിരിച്ചെത്താനാവുമോ? നോക്കാം. എന്തായാലും അവളില്ലാത്ത ഹറ ഒരു സുഖമില്ല, സുംബുൽ പറഞ്ഞു. ഒരു പെണ്ണ് അവരുടെ അടുത്തേക്ക് വരുന്നു. സുംബുലാഗ. റുഖ്സാർ, എന്തുപറ്റി? ഞാൻ ആയിഷ ഹാത്തുവിൻ്റെ കൊലപാതകം. എന്താ പറയൂ. അവൾ മടിച്ച് പറയുന്നു. ഞാൻ കണ്ടു അവളെ കൊല്ലുന്നത്. അള്ളാ. അവർ അവളെ ഇബ്രാഹിം പാഷയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പാഷ, ആയിഷ ഹാത്തുവിൻ്റെ കൊലപാതകം ഒരു പെണ്ണ് കണ്ടു എന്ന് പറയുന്നു. അവളെ വിളിക്ക്. അവർ അവളെ അകത്തേക്ക് വിളിച്ചു. നിന്റെ പേരെന്താ? റുഖ്സാർ. എന്താ നീ കണ്ടത്? അന്ന് രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ എണീറ്റു. ഞാൻ എണീറ്റപ്പോൾ ഗുൽനിഹാലും എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ അവൾക്കും വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ ഒരൊച്ച കേട്ടു. നോക്കിയപ്പോൾ ഒരു പെണ്ണ് ആയിഷയെ പുറകിൽ നിന്ന് പിടിച്ച് കഴുത്ത് മുറിച്ച് താഴെ ഇട്ടിട്ട് ഓടിപ്പോകുന്നു. അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല ഇരുട്ടായിരുന്നു. അത് ഹുറം ഹാത്തുനായിരുന്നില്ല. നിനക്കെന്താ ഇത്ര ഉറപ്പ്? ഹുറം ഹാത്തുവിൻ്റെ അത്ര പൊക്കമുണ്ടായിരുന്നില്ല. മുടിക്കും നീളം കുറവായിരുന്നു. അതൊരു പൊക്കം കുറഞ്ഞ് മെലിഞ്ഞ പെണ്ണായിരുന്നു. എൻ്റെ കണ്ണിലേക്ക് നോക്ക്, ഇബ്രാഹിം പറഞ്ഞു. അവൾ ഒരുവിധം നോക്കി. മറ്റെന്തെങ്കിലും അറിയോ? ഇല്ല പാഷ. പിന്നെ നീ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? എനിക്ക് പേടിയായിരുന്നു എന്തെങ്കിലും കുഴപ്പമാവുമോ എന്ന്. ഇന്ന് ഹുറം സുൽത്താന പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. മറ്റാരോടെങ്കിലും നീ ഇത് പറഞ്ഞോ? ഇല്ല, ഞാനിതിപ്പോൾ അങ്ങയോടാണ് പറയുന്നത് പാഷ. നല്ലത്. ഇബ്രാഹിം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. നീ ഇനി ഇത് ആരോടും പറയണ്ട. ഇത് മറ്റാരെങ്കിലും അറിഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ ചുട്ടുകളയും, മനസ്സിലായോ? അത് കേട്ട് സുംബുലും നിഗാറും പരസ്പരം നോക്കി. സുംബുലാക, നിഗാർ കാഫ, ഇപ്പോൾ ഇവിടെ സംസാരിച്ച കാര്യം ഇതിനു പുറത്ത് മറ്റാരും അറിയണ്ട.
എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, മനസ്സിലായോ? അവർ തലയാട്ടി. ഇപ്പോൾ പൊക്കോ. നിഗാർ ഇഷ്ടപ്പെടാത്ത പോലെ അവിടുന്ന് ഇറങ്ങി. പിറ്റേ ദിവസം കൗൺസിൽ മീറ്റിങ്ങിന് പാഷമാരെത്തി. ഇത് ഇബ്രാഹിം പാഷയുടെ ആദ്യ കൗൺസിൽ മീറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന് അഹമ്മദ് പാഷ പറഞ്ഞു. ഫറാദ് പാഷ ഒന്നും മിണ്ടിയില്ല. പാർഗളി ഇബ്രാഹിം നിങ്ങളുടെ തലയെടുത്താൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഫറാദ് പാഷ. ഇത് ഇബ്രാഹിമിൻ്റെ സ്ഥലമല്ല പാഷ. ഞാൻ ഈ കുടുംബത്തിലെ മരുമകനാണ്. അവനും ഒരു നാൾ ഇവിടുത്തെ മരുമകനാകാം. അതെങ്ങനെയാവാനാ? ഇനി ഹദീജ സുൽത്താന മാത്രമേ ഉള്ളൂ. സുൽത്താനയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. ഫറാദ് പാഷ, നിങ്ങൾ ഇതൊന്നും കേട്ടില്ലേ? ഫറാദ് പാഷ ഒന്നും മിണ്ടിയില്ല. വാലിദ സുൽത്താന ഹദീജ സുൽത്താനയോട് പറയുന്നു, എൻ്റെ മോൻ കൗൺസിൽ മീറ്റിങ്ങിൽ നിങ്ങളുടെ കല്യാണക്കാരെ അറിയിച്ച ശേഷം നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും കണ്ടുപിടിക്കണം. വാലിദ എവിടെ കണ്ടുപിടിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇന്ന് ഇബ്രാഹിം പാഷയുടെ ആദ്യ കൗൺസിൽ മീറ്റിംഗ് ആണ്. ഇന്നു മുതൽ വാലിദ സുൽത്താന അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ചോദിക്കേണ്ടി വരും. എനിക്ക് അവൻ്റെ അഭിപ്രായമൊന്നും ചോദിക്കേണ്ടി വരില്ല. ഹദീജ ഗുൽഫാമിനെ നോക്കി. ഇൻക്യാരം ഈ കല്യാണം ഗ്രാൻഡായി നടത്തുമെന്ന് പറഞ്ഞു. എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല വാലിദ. വളരെ ലളിതമായ ചടങ്ങുകൾ മാത്രം മതി. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ നിൻ്റെ സാധനങ്ങളുമായി അങ്ങ് പോയാൽ മതി. ഒരു ചടങ്ങ് നടത്തണ്ട. വാലിദ സുൽത്താൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു. കൗൺസിൽ മീറ്റിങ്ങിലേക്ക് ഇബ്രാഹിം വരുന്നത് കണ്ട അഹമ്മദ് പാഷ ദേഷ്യത്തിൽ നോക്കുന്നു. ഇബ്രാഹിം വന്ന എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ കൗൺസിൽ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇബ്രാഹിം ഇരുന്നിട്ട് എല്ലാവരെയും നോക്കുന്നു. എന്നിട്ട് ഇരുന്നോളാൻ കൈ കാണിച്ചു. അവർ ഇരുന്നു. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താൻ സുലൈമാൻ ഖാൻ അറിയിച്ചു, ഇന്നു മുതൽ ഒഴിച്ചുകൂടാനാവാത്ത ചില മീറ്റിങ്ങുകളിൽ മാത്രമേ അദ്ദേഹം പങ്കെടുക്കുകയുള്ളൂ എന്ന്. ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഗ്രാൻഡ് വിസിയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ എനിക്ക് വിശ്വസ്തരെന്ന് തോന്നുന്നവരെ ഉൾപ്പെടുത്തി എൻ്റെ ടീമിനെ പരിഷ്കരിക്കുകയാണ്. പുതിയതായി കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തുന്ന ചിലരെ ഞാൻ പരിചയപ്പെടുത്താം. ഫറാദ് പാഷയെ സ്മെദേറോയുടെ ഗവർണറായി അപ്പോയിൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സാമ്രാജ്യം എനിക്ക് തരുന്ന ചുമതല എന്തായാലും ഞാനത് വിശ്വസ്തയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഫറാദ് പാഷ പറഞ്ഞു. അഹമ്മദ് പാഷ അതിശയത്തോടെ നോക്കുന്നു. എന്നിട്ട് ചോദിച്ചു, ഫറാദ് പാഷയെ തരം താഴ്ത്തിയിരിക്കുകയാണല്ലോ. ഇതാണോ അദ്ദേഹം അർഹിക്കുന്ന ഗ്രാൻഡ് വിസിയർ? അതെ അഹമ്മദ് പാഷ, നിങ്ങളെ ഈജിപ്തിൻ്റെ ഗവർണറായി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെടുത്ത തീരുമാനമെല്ലാം ബാദിഷ അറിഞ്ഞിട്ടുണ്ടോ ഇബ്രാഹിം പാഷ? അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പാഷ. എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം അറിഞ്ഞു തന്നെയാണ്. ഇബ്രാഹിം മുകളിലേക്ക് തലയുയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി. അവിടെ സുൽത്താൻ സുലൈമാൻ ഇരിപ്പുണ്ടായിരുന്നു. അഹമ്മദ് പാഷ ഒന്നും മിണ്ടിയില്ല. അയാസ് പാഷയെ റുമേലിയയുടെ ഗവർണറായി അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. കൊബാൻ മുസ്തഫ പാഷയെ ഇൻക്യാരത്തിൻ്റെ സമ്മതത്തോടെ കൗൺസിൽ വിസിയറായി അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അഹമ്മദ് പാഷ ഒന്നും മിണ്ടിയില്ല. സുലൈമാൻ തലയാട്ടി. ഹുറം ഗുൽനിഹാലിനോട് ചോദിക്കുന്നു, നീ ആ ലെറ്റർ അയച്ചോ ഗുൽനിഹാൽ? ഞാനത് ആകമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് അവിടെ എത്തിച്ചോളും. മാഹി ദേവറാൻ ഗുൽഷയോട് പറയുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നലെ രാത്രി ഞാൻ സമാധാനമായി ഉറങ്ങി ഗുൽഷ. മനോഹരമായ സ്വപ്നം കണ്ടു. ആ വിഷസർപ്പം ഇവിടുന്ന് പോയപ്പോൾ ഹറത്തിൽ വീണ്ടും സമാധാനം വന്നു സുൽത്താന. തീർച്ചയായും ഗുൽഷ, ഞാൻ ഇതേപ്പറ്റി ഇബ്രാഹിം പാഷയോടും സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇനി ഹുറത്തെക്കുറിച്ചോർത്ത് പേടിക്കേണ്ടെന്നാണ്. നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. ഒരു ഗാർഡ് സുംബുലാഗിയുടെ അടുത്തേക്ക് വരുന്നു. ഓൾഡ് പാലസിൽ നിന്നൊരു ലെറ്റർ തന്നുവിട്ടിട്ടുണ്ട്. ഹുറം ഇൻക്യാരത്തിന് വേണ്ടി തന്നുവിട്ടതാണ്. ശരി, എനിക്ക് തന്നേക്ക്. അത് വാങ്ങിയിട്ട് സുംബുൽ അയാളോട് പൊക്കോളാൻ പറഞ്ഞു. വാലിദ സുൽത്താന കല്യാണത്തിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. പുതിയ തരം തുണിത്തരങ്ങൾ എടുക്കണം. പല നിറത്തിലുള്ള മെഴുകുതിരികൾ ഓർഡർ ചെയ്യണം. പാട്ടുകാരെയും മായാജാലക്കാരെയും മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അവർ ആളുകൾക്ക് മുന്നിൽ പെർഫോം ചെയ്യട്ടെ. ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഇതൊരു മറക്കാനാവാത്ത ആഘോഷമാണ്, വാലിദ സുൽത്താന പറയുന്നു. ദായ ഹാത്തൂൻ അങ്ങോട്ട് കയറി വന്നു. അവരെ കുമ്പിട്ടിട്ട് പറയുന്നു, കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞു സുൽത്താന. ഞാൻ നല്ല വാർത്തകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ദായെ. അവർ ഫറാദ് പാഷയും അഹമ്മദ് പാഷയും തരം താഴ്ത്തുകയാണ് ചെയ്തത് സുൽത്താന. ഫറാദ് പാഷയെ സ്മെദിറോ പ്രൊവിൻസിൻ്റെ ഗവർണറാക്കി. അഹമ്മദ് പാഷയെ ഈജിപ്തിൻ്റെ ഗവർണറാക്കി. നല്ലത്. അള്ളാ, നന്ദി. ഇതൊരു വധശിക്ഷയായില്ലല്ലോ. വാലിദ സുൽത്താനയ്ക്ക് സമാധാനമായി. അഹമ്മദ് പാഷയും ഫറാദ് പാഷയും സംസാരിച്ചുകൊണ്ട് വരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഫറാദ് പാഷ. എന്തായാലും അവരെൻ്റെ ജീവൻ എടുത്തില്ലല്ലോ. എനിക്ക് ആശ്വാസമായി, ഫറാദ് പാഷ പറഞ്ഞു. ഇതിലും ഭേദം അവരെൻ്റെ ജീവൻ എടുക്കുകയായിരുന്നു ഫറാദ് പാഷ. ഞാൻ എൻ്റെ പദവി ഉയർത്തുന്നതിനായി എന്നാലാവും വിധമെല്ലാം പരിശ്രമിക്കുകയായിരുന്നു. ഇതുവരെ കൗൺസിൽ വിസിയർ ആയിരുന്ന ഞാൻ അടുത്ത ഗ്രാൻഡ് വിസിയർ ആവേണ്ടതായിരുന്നു. പക്ഷേ അവരെന്നെ തരം താഴ്ത്തി ഈജിപ്തിലേക്ക് വിടുന്നു. എന്നോടിത് ചെയ്തതിന് പാർഗളി ഇബ്രാഹിമിനോട് ഞാൻ പകരം ചോദിക്കും. സുൽത്താൻ സുലൈമാൻ എടുത്തത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും ഫറാദ് പാഷ, അഹമ്മദ് പാഷ രോക്ഷത്തോടെ പറഞ്ഞിട്ട് പോയി. സുലൈമാനും ഇബ്രാഹിമും സംസാരിക്കുന്നു. ഇബ്രാഹിം, നീ ഇന്നെടുത്ത തീരുമാനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ സന്തോഷമായി. ഫറാദ് പാഷയ്ക്ക് വധശിക്ഷ കിട്ടേണ്ട കുറ്റമാണ് ചെയ്തിരുന്നത്.
പക്ഷേ എൻ്റെ ബെയ്ഹൻ്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് തീരുമാനമെടുക്കാനായില്ല. സുലൈമാൻ പറഞ്ഞു. എനിക്ക് അങ്ങയുടെ അവസ്ഥ മനസ്സിലായി ഇൻകാരം. ഇനി എല്ലാം നന്നായി വന്നാൽ മതിയായിരുന്നു. സുലൈമാൻ പറഞ്ഞു. സുംബുലാഗ അങ്ങോട്ട് വരുന്നു. ഇൻകാരം, അയാൾ വിളിച്ചു. പിന്നീട് വാ സുംബുലാഗ. ഇബ്രാഹിം പെട്ടെന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. സുലൈമാൻ അത് ശ്രദ്ധിക്കുന്നു. ഇൻകാരത്തിനൊരു കത്ത് വന്നിട്ടുണ്ട്. അതാ വന്നത്. പ്രശ്നമില്ല, തന്നേക്ക്. സുലൈമാൻ കൈ നീട്ടി. സുംബുലാഗ അത് കൊടുത്തു. സുലൈമാൻ അത് തുറന്നു നോക്കിയിട്ട് ഇബ്രാഹിമിനെ ഒന്ന് നോക്കി. എന്നിട്ട് അവിടുന്ന് മാറി നിന്ന് ആ ലെറ്റർ വായിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുൽത്താന്, എൻ്റെ ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമയായവന്, ഞാനിപ്പോൾ നരകത്തിലാണുള്ളത്. നിങ്ങളില്ലാത്ത ഈ കൊട്ടാരം എനിക്ക് നരകം തന്നെയാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തന്ന സ്ത്രീ ഇപ്പോൾ നിങ്ങളോടൊപ്പം കിടക്കുന്നു. ഞാനിവിടെ മനമുരുകിയാണ് ജീവിക്കുന്നത് ഇൻകാരം. ഞാൻ നിരപരാധിയാണ്. ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. ഇവിടെ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുകയാണ്. നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിനുള്ള ശിക്ഷയാണോ ഞാൻ ഈ അനുഭവിക്കുന്നത്? എനിക്ക് ഈ ലോകത്ത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. അവർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്. എന്നെ ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ട്. കാരണം ഒന്ന് മാത്രം, അങ്ങയോട് എനിക്ക് തോന്നിയ ആത്മാർത്ഥമായ സ്നേഹം. ഇപ്പോൾ അവരെന്നെ ഒരു കൊലപാതകിയാക്കി മുദ്ര കുത്തിയിരിക്കുകയാണ്. എന്നെ എൻ്റെ മോൻ്റെ അടുത്തു നിന്നും അകറ്റി. എന്നെ അങ്ങയുടെ അടുത്തു നിന്നും അകറ്റി. എനിക്കിപ്പോൾ അള്ളാഹു മാത്രമേ ഉള്ളൂ. എന്നോട് കനിവ് കാണിക്കണം. സുലൈമാൻ ആ കത്ത് മടക്കി വെച്ചു. ഇബ്രാഹിം സുലൈമാൻ്റെ അടുത്തേക്ക് വരുന്നു. ഇൻകാരം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹുറം ഹാത്തുൻ്റെ കത്തായിരുന്നു. അവളോട് കാണിക്കുന്നത് അന്യായമാണെന്നാണ് അവൾ പറയുന്നത്. എന്നോട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറയുന്നു. ഹുറം ഗാർഡനിലൂടെ നടക്കുകയായിരുന്നു. ഗുൽനിഹാലിനെ കണ്ട ഹുറം ചോദിക്കുന്നു. ഇൻകാരത്തിൻ്റെ മറുപടി വന്നോ? ഹുറം, അദ്ദേഹം ഇപ്പോഴത് വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വെയിറ്റ് ചെയ്യേ. ഗുൽനിഹാൽ, ഇനി അദ്ദേഹം എന്നോട് ദേഷ്യത്തിലായിരിക്കുമോ അത് വായിച്ചിട്ട്? ആ കത്ത് എഴുതണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഗുൽനിഹാൽ അവളെ നോക്കി. നീ പറഞ്ഞിട്ടാണ് ഞാൻ ആ മിസ്റ്റേക്ക് ചെയ്തത്. ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല. ഹുറം അവിടുന്ന് പോയി. ലിയോയെ കണ്ട മാത്രാച്ചി അവൻ്റെ അടുത്തേക്ക് വരുന്നു. അവനൊരു പെണ്ണിൻ്റെ പടം വരയ്ക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ട്, മാത്രാച്ചി പറഞ്ഞു. ഇതാരാ? ഇതെനിക്കറിയില്ല, ഞാൻ വെറുതെ വരച്ചതാണ്. നല്ല ഭംഗിയുണ്ട്, നിനക്ക് വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. എസ്മ വന്ന് ഹുറത്തിനോട് പറയുന്നു. സുൽത്താനാ, ഇബ്രാഹിം പാഷ വന്നിട്ടുണ്ട്. ഇബ്രാഹിമോ? അവൾ ചോദിച്ചു. ഇബ്രാഹിം അങ്ങോട്ട് വരുന്നു. ഹുറം സംശയിച്ചുകൊണ്ട് അയാളെ നോക്കി. എന്നിട്ട് കുമ്പിട്ടു. എല്ലാവരും ഇവിടുന്ന് പൊക്കോ, ഞങ്ങൾക്ക് സംസാരിക്കണം. അയാൾ അവളുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് നീങ്ങി നിന്നു. ഇബ്രാഹിം പാഷ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങൾ കണ്ടെത്തിയോ? എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നതാണോ? അതെ, നിന്നെ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാം. സത്യമായും? തീർച്ചയായും ഞാനത് ചെയ്യാം. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ പാലസിലേക്ക് കൊണ്ടുപോകാം. ശരി, ഞാൻ വേഗം പോയി റെഡിയാവാം. അവൾ പോകാൻ പോകുന്നു. നിക്ക്, എനിക്ക് നിന്നോടൊരു കണ്ടീഷനുണ്ട്. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എല്ലാം നന്നായി പോവും. അല്ലെങ്കിൽ നീ ഒരിക്കലും ഇനി ഇൻകാരത്തെ കാണില്ല. ഹുറം സംശയിച്ച് നോക്കുന്നു.